ഒരുപാട് ടീച്ചർ സാർ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പാവങ്ങൾക്ക്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ രോഗികൾക്ക് സഹായം ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നന്മ ചെയ്തിട്ടുണ്ട്. വികസനമുണ്ട്. 2020 വന്നപ്പോഴാണ് കിഴക്കമ്പലം വികസനമായത്. ഓക്കെ. പിന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് വീട് വെച്ച് തന്നിട്ടുണ്ട്, ഗോഡ്സും ഇല്ല. ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം, ഞങ്ങൾ ദൈവത്തെ പോലെയാണ് ഞങ്ങൾ സാബു സാറിനെ കരുതുന്നത്, അറിയാലോ. അങ്ങനെയാണ്. പിന്നെ ജോലിയുണ്ട്. വരണമല്ലോ, വരണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ ഉപകാരങ്ങളും വളരെ കറക്റ്റായി. തീർച്ചയായും 2020 അധികാരത്തിൽ വരും. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 എന്ന് പറയുന്ന സാബു സാർ നയിക്കുന്ന ഈ പാർട്ടി കേരളത്തിനും ഭാരതത്തിനും ഒരു മാതൃകയാണ്. നമ്മൾ നിഷ്പക്ഷമായി ചിന്തിക്കണം. ഒരു സുപ്രഭാതത്തിൽ 12 കൊല്ലത്തിന് ഇടയിൽ വന്നൊരു പാർട്ടിയാണത്. അതിനു മുമ്പ് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചിരുന്നു. എന്തൊരു പ്രത്യേകതയാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ നമ്മൾ നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോൾ, രാജ്യ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ, ജനോപകാരവുമായി ചിന്തിക്കുമ്പോൾ തീർച്ചയായും 2020 കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന എൻ്റെ അഭിപ്രായം. അവരെന്ത് തെറ്റാ ചെയ്തത്? ഈ നാടിന് ഈ കാണുന്ന വികസനമായ റോഡുകൾ, തോടുകൾ, മാത്രമല്ല അനേകം പുരകൾ എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 3-4-5 മാസം മുമ്പ് ഇലക്ഷൻ സമയത്ത് ഇടതുപക്ഷ പ്രസ്ഥാനം പൂട്ടിയതാണെന്ന് ഞാൻ കരുതുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്ത് ദ്രോഹം അവർ ചെയ്യുന്നത്? നമുക്ക് എന്ത് കുറ്റം ചെയ്തവര്? ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് റോഡുകളാണ്. ഒരു പഞ്ചായത്ത് നിലവിൽ ചെയ്ത റോഡ് പോലും രാജ്യാന്തര നിലവാരത്തിലാണ് കാണുന്നത്. പല റോഡുകൾ നമ്മളിത് കാണണം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സമീപപ്രദേശത്തെ റോഡുകളൊക്കെ ഉണ്ട്. 2020 പണിത റോഡിന് ഒരു കുറ്റവും ഞാൻ കണ്ടുന്നില്ല. ഞാൻ 2020-കാരൻ മാത്രമല്ല, ഞാൻ പല പാർട്ടി പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരാളാണ് എന്ന് ഉദ്ദേശിച്ചത്. നമുക്ക് പ്രവർത്തിച്ച സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അവർ ചെയ്യുന്ന നന്മയെ നമ്മൾ എടുത്ത് കാണിക്കണം. ആരാണെങ്കിലും 2020 അധികാരത്തിൽ വരണം. അവരെന്ത് തെറ്റാ ചെയ്യണേ? പിന്നെ രാഷ്ട്രീയമാകുമ്പോൾ നമുക്ക് രണ്ട് പക്ഷവും പറയാം. ഇപ്പോൾ അവരുടെ വിജയത്തിന് അവർ പറയും, ഇപ്പുറത്ത് പറയും. പക്ഷെ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് 2020. ഇവിടെ പ്രതിനിധികളടക്കം പറയുന്നത് ഇവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല, CPM-ന്റെ ഭാഗത്തുനിന്നൊക്കെ പ്രശ്നം ഉണ്ടാകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വശത്ത് UDF-ഉം ഒരു വശത്ത് LDF-ഉം ഉണ്ടല്ലോ. സ്വാഭാവികമായി അവരുടെ കയ്യിൽ നിന്ന് ഭരണം പോകുമ്പോൾ തീർച്ചയായിട്ടും എതിർപ്പുകൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണല്ലോ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു എതിർപ്പുണ്ട്. മാത്രമല്ല ഭരണതലത്തിലൊക്കെ നീക്കുന്ന അവരാണ്. ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്നതും മെമ്പർമാർ അവരാണെങ്കിലും ഒപ്പിടേണ്ടവർക്ക് അവരാണല്ലോ. അപ്പോൾ തടസ്സങ്ങൾ സൃഷ്ടിക്കും. ഇവർ കോടതിയിൽ പോയി പരമാവധി ശരിയാക്കും. ചോദിച്ചോളൂ. ഈ 2020 വരുന്നതിന് മുമ്പ് ഈ കിഴക്കമ്പലം എന്ന് പറഞ്ഞ ഒരു കുഗ്രാമമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റി പോലും വികസിക്കാത്ത മേഖലകളിൽ അവിടെ ഡെവലപ്പ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കുഗ്രാമത്തിൽ ഇത്രയും നല്ലൊരു ഡെവലപ്പ് വെച്ചത് 2020 ആണ്. നല്ല റോഡുകൾ, ഇവിടുത്തെ ചുരുക്കം ചില റോഡുകൾ മാത്രമേ അവർ ഈ PW റോഡാണ് കാണിക്കുന്നത്. ബാക്കി എല്ലാ റോഡും നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പറയും നമുക്ക് നിലത്തിരുന്ന് ചോറുണ്ടാകും, അത്രമാത്രം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവരൊന്നും ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് കമ്മീഷനില്ല. നമുക്കറിയാലോ, ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ സാധാരണ എന്ത് ചെയ്യും? ഒരു വർക്ക് എടുത്താൽ 1 ലക്ഷം രൂപയുടെ വർക്ക് എടുത്താൽ ഒരു 10-60 ലക്ഷം രൂപ, അല്ല 10-60,000 രൂപ മുടക്കിയിട്ട് ബാക്കി കമ്മീഷൻ പോകും. ഇവരങ്ങനെയല്ലേ ചെയ്യണം. ഇവർ ആ 1 ലക്ഷം എടുത്താൽ 1.10 മുടക്കും. അപ്പോൾ സാബു സാർ ചെയ്യുന്ന നന്മയെ ഞാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാണ്. ഞങ്ങൾ എന്തുണ്ടായാലും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വോട്ട് ചെയ്യും. ഞങ്ങൾ അതേമാതിരി എല്ലാ പ്രവർത്തനത്തിനും എല്ലാത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഈ സാഹചര്യം ഞാൻ തിന്നു പറഞ്ഞ് നന്ദി കാണിക്കുന്നു. അത് കാശ് വാങ്ങിച്ച് തിന്നേക്കും പട്ടീനെ പോലെ ഇവർ കോൺഗ്രസ്സുകാർ പെരിങ്ങാലിൽ നിന്ന് ആളുകൾ ഇന്നൊന്ന് പൈസ കൊടുത്ത് എൻ്റെ പൈസ കൊണ്ടൊന്ന് കാണ്ടി കൊണ്ടു. ഞാൻ ഒരു തന്തക്കേ എണിച്ചിട്ടുള്ളൂ. രാത്രി 2 മണി 3 മണി വരെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മദ്യം എല്ലാം കൊടുത്തു. കോൺഗ്രസിൻ്റെ ചെയ്യില്ലെന്ന്. ഈ സാറിന് വേണ്ടി വോട്ട് ചെയ്തവരും ഈ സാധനം തിന്നൂര് തന്നെ ചെയ്യും. വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊന്നും എല്ലാ ഒരു ഇതനുസരിച്ചുള്ള നമ്മളെ പ്രവർത്തിച്ച കാര്യമില്ല. ആളിപ്പോ ഇതാണ് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും മാറി പറയട്ടില്ലേ. ഈ ജനങ്ങളുമായിട്ട് ഇടപെടുന്ന ആളാണല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്താ തോന്നുന്നത് ജനങ്ങളുടെ പൊതുവെ അഭിപ്രായത്തില്? എല്ലാ അഭിപ്രായം കിട്ടുമെന്ന് പറയാണ്ട് കിട്ടില്ല എന്നും പറയുന്നുണ്ട്. രണ്ടും പറയുന്നുണ്ട്. നമ്മളാ ഈ ടിക്കറ്റ് എടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ചോദിക്കണ
അവർ കുറച്ച് കാര്യങ്ങൾ വികസനം ഉണ്ടായിട്ടുണ്ടോ 2020 കുറച്ച് റോഡും തോടും ലൈറ്റൊക്കെ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. റോഡൊക്കെ എല്ലാം നന്നാക്കി നല്ല രീതിയിൽ പിന്നെ ജനങ്ങളുടെ അതിലേക്ക് കാര്യമില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീങ്ങുന്നൊന്നും പറയാൻ പറ്റില്ല, അത് ജനങ്ങളുടെ കയ്യിലേക്കാണ്. പിന്നെ ഒന്നും നമ്മൾ പറയാതെ വരും, ജനങ്ങൾക്ക് എല്ലാം ഗ്രഹിക്കാനുള്ള ഒരു കഴിവിപ്പം ഇല്ല. സാധ്യത ഉണ്ടല്ലോ, അവരാണല്ലോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണത്, അല്ലാതെ വേറെ ആരും അവിടെ ചെയ്യണം, വേറെ ആരും ഇല്ലല്ലോ. പാർട്ടിക്കാരെ അവരുടെ സ്വാർത്ഥം മാത്രം ചെയ്തുകൊണ്ടിരിക്കണമല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യണം. അവരാൾക്കാർക്ക് അങ്ങനെയുള്ള പാർട്ടി അനുയായികൾക്ക് ചെയ്യും, അല്ലാത്തവർക്ക് ചെയ്യില്ല. അതാണ് ഇവിടുത്തെ സ്ഥിതി. ഇവിടെ നല്ല കേരളത്തിൽ ഈ റോഡ് കാണാൻ പാടില്ല, MLA റെഡിയാക്കാൻ പാടില്ല, ഒന്നും ചെയ്യണല്ലോ. അതൊക്കെ തന്നെ കാര്യം. ഇപ്പൊ വികസനമൊക്കെ ഉണ്ടായോ 2020 വന്നതിന് ശേഷം? 2020 വന്നേ പിന്നെ അല്ലേ റോഡുകൾ ഇതുപോലെ ഉണ്ടായത്, അല്ലാതെ അവിടെ നിന്ന് റോഡൊക്കെ ഉണ്ടായത്. അല്ല പിന്നെ ഇവിടെ റോഡുണ്ടാവോ? അല്ലാത്ത റോഡുകൾ നോക്കിയാ ഈ കാട്ടുപടി എടപ്പള്ളി റോഡ് നോക്കിയേ 40 വർഷമായിട്ട് ഫുൾ ടാറിങ് നടന്നിട്ടില്ല. അപ്പൊ ഈ റോഡ് നോക്കിയാൽ ആലുവ നമ്മുടെ കിഴക്കമ്പലം റോഡ് നല്ല അടിപൊളിയായിട്ട് ഇളകില്ല. 2020 സഹായത്തോടു കൂടി ചെയ്തതല്ലേ, കേന്ദ്ര ഫണ്ടാണെങ്കിലും. 2020 കിഴക്കമ്പലത്ത് ഭരണം കിട്ടിയിട്ടുണ്ടാവുക, കാരണം മറ്റു പാർട്ടികളിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കും ഭരണം? അവര് ജനങ്ങളെ സേവിക്കാൻ പഠിക്കണം, അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ല. ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ. അല്ലാതെ ഇവര് പറയണ വിട്ട് വേറെ രാഷ്ട്രീയം പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. രാഷ്ട്രീയം ഇവിടെ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പ്രവൃത്തിയിൽ ചെയ്യേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഉപകാരങ്ങളുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത് ചെയ്യണം, അതാണ് നല്ലത്. അത് ചെയ്തിട്ടുള്ളത് 2020 മാത്രമാണ്. 2020 ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് എനിക്ക് പറയാനുള്ളത്. 2020 അധികാരത്തിൽ വരുമോ? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? പ്രവർത്തനങ്ങളൊക്കെ ഒരു നന്നായിട്ട് തോന്നുന്നുണ്ടല്ലോ, അത് കുഴപ്പമുണ്ടാവില്ല. വികസനമൊക്കെ ഉണ്ടാകുന്നുണ്ടോ? അത്യാവശ്യം പറഞ്ഞതൊക്കെ ഒരു പരിധിവരെയൊക്കെ നടന്നിട്ടുണ്ട്. വോട്ടിരുന്നു ശരിക്കും ചെയ്തു, അത് ഇന്ന കാര്യം കൊണ്ടാണ്. എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടല്ല, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നു. പാവങ്ങൾക്ക് കൊടുക്കുന്നു, അവർക്ക് രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കണ കണ്ടു കഴിയുമ്പോൾ സന്തോഷം. മറിച്ച് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ശമ്പളമുള്ളവർ വന്നത് മേടിച്ച് തിന്നുമ്പോൾ, ഇപ്പം നിങ്ങളുടെ പേര് ഉച്ചരിക്കാൻ കൊള്ളില്ല, അത് മേടിച്ച് തിന്നുമ്പോൾ കാണുമ്പോൾ ലജ്ഞ. എനിക്ക് ഒന്നുമില്ലാത്തവനാണ്, 28 വയസ്സാണ്, ചാട്ട് പോലും എനിക്കില്ലാത്ത മനുഷ്യൻ. ഞാൻ ഒരു സാധനം മേടിക്കാൻ പോയിട്ടില്ല, കാരണം എൻ്റെ പേർപ്പോണ്ട് ഒരു അപ്പം ഭക്ഷിക്കാന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. അത് നല്ല കാര്യം, കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം, വാങ്ങിക്കുന്നവർ വാങ്ങിക്കുകയും ചെയ്യണം. 2020 അധികാരത്തിൽ വരുമോ? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. നിലവിലെ ഒരു സ്ഥിതി അനുസരിച്ച് നിലവിലെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ചായ്വ് ആയിരിക്കണം, ഒന്നല്ലെങ്കിൽ കോൺഗ്രസ്, അല്ലെങ്കിൽ BJP, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ്. ഏതെങ്കിലും പാർട്ടിയുടെ ചായ്വ് ഉണ്ടെങ്കിൽ ഇത് വരും, ഇല്ലെങ്കിൽ കഷ്ടമാണോ വരുന്നത്? ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ കോൺഗ്രസ് തന്നെയാണ്. ഞാൻ കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യുള്ളൂ. ഇനി ലാഭമായാലും നഷ്ടമായാലും കൊള്ളാം, ഞാൻ അങ്ങനെ എൻ്റെ കാര്യം. ചേട്ടാ 2020 ഇനിയും കിഴക്കമ്പലത്തിൽ അധികാരത്തിൽ വരുമോ? വരും. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? എന്തുകൊണ്ടാണ് തോന്നുന്നത് പറഞ്ഞത്, അവർക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ട്, ഓവറായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ 2020 അല്ല, പക്ഷെ സത്യത്തിൽ ഞാൻ 2020 വോട്ട് ചെയ്യണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ മുട്ടോളം വളയിട്ട് വെച്ചും വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട കാണുമ്പോൾ ഞങ്ങൾക്ക് അറപ്പ് തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അറപ്പ് തോന്നുന്നു. പാവപ്പെട്ട അത്താഴ ഭക്ഷണക്കാർക്ക് കൊടുക്കണം കാണുമ്പോൾ വളരെ സന്തോഷം. പക്ഷേ എനിക്കത് കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനിവർക്ക് വോട്ട് ചെയ്യുന്നത്. വരെപ്പോലുള്ള നന്മ ചെയ്യുമ്പോൾ തിന്മ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ ആരെന്ന് പറഞ്ഞാൽ നമുക്കെന്ത് അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നില്ല. എൻ്റെ വീട്ടിൽ 5 വോട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ വാർഡിലാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. ഇത്തവണ 9ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കിട്ടിയ വളരെ നന്നായി. കിഴക്കമ്പലത്തിൽ കുറേ മാറ്റം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതുപോലെ തന്നെ കുറേ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. ഉപദ്രവം എന്ന് പറഞ്ഞാൽ മാറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് മാറ്റങ്ങളുണ്ട്, കുറേയൊക്കെ വലിയ മാറ്റമൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ ഞാനിവിടെ ജനിച്ച് വീഴുന്ന ആളാണ്, അപ്പം അന്ന് മുതലുള്ള അറിവ് എനിക്കുണ്ട്. പിന്നെ കുറച്ച് പറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ സ്ഥലങ്ങളൊക്കെ ഈ റോഡിന് വീതി കൂട്ടാനും പറഞ്ഞ് അവർ വാങ്ങിച്ചു, അവർ പിടിച്ചെടുത്തു. ചോദിക്കുക എല്ലാവരും കൊടുത്തില്ല. പക്ഷെ അതൊക്കെ ചെയ്യണമെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായം കിട്ടിയതിന് ശേഷമേ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ വഴിക്ക് നമുക്കെല്ലാവർക്കും ഗുണമുണ്ടായിരുന്നു. ഇപ്പം കുറേ സ്ഥലത്ത് ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക, കുറേ സ്ഥലത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വഴിക്ക് വീതിയില്ല, നമ്മളറിയുന്നില്ലല്ലോ. നമ്മൾ വണ്ടിക്കകത്തിരുന്ന് ഉറങ്ങുന്ന പോലെ. അപ്പോൾ അവിടെ വന്നിരുമ്പോൾ ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, പല പല പ്രശ്നങ്ങളുണ്ടാകുന്നു, പല പല കേസുകളും ഉണ്ടാകുന്നു.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് മൊത്തം വരെയും ഇങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ വളരെ നല്ല കാര്യം, നമുക്കതിന് സന്തോഷമുണ്ടായിരുന്നു. ഇത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഞാനൊരു വണ്ടി അങ്ങോട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അതെല്ലാവർക്കും തടസ്സം. പക്ഷേ ഈ വണ്ടി എല്ലാവരും അങ്ങനെ തന്നെ നടക്കണമെങ്കിൽ ആ ഡ്രൈവർ, വരുന്ന ഡ്രൈവർ അതേ രീതിയിൽ അങ്ങോട്ട് പോയിക്കോളും. ഇത് ഇടയ്ക്ക് ഇങ്ങനെ വീതി കാണുമ്പോൾ വീതിയുള്ള സ്ഥലമാണല്ലോ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോൾ ആക്സിഡൻറ്റ് വരുന്നു. പല ആളുകൾക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. റോഡുകളൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞാൽ ഉള്ള വീതി എടുത്തേക്കുന്ന രീതിയിൽ നേരത്തെ അതിന് അറേഞ്ച് ചെയ്യണമായിരുന്നു. ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് എടുത്തു. ആ കൊടുക്കാത്തവരെ മേടിക്കാനുള്ളത് വേണമായിരുന്നു. അല്ലാണ്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കിഴക്കമ്പലത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2020 തന്നെ വരാനൊരു സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ തൊട്ടടുത്ത് എതിർപ്പുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ 10 വർഷമായിട്ട് 2020 ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് കിഴക്കമ്പലം പഞ്ചായത്ത്. പിന്നെ അവർ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ജനങ്ങളുടെ ഇടയിൽ കുറച്ച് എതിർപ്പുണ്ട് പല കാര്യങ്ങൾ കൊണ്ടും. ഇപ്പം ഞാൻ തൊട്ടടുത്ത പഞ്ചായത്താണ്, കുന്നനാട് പഞ്ചായത്താണ്. 2020 രണ്ടാമത്തെ പ്രാവശ്യം ആണ് അധികാരത്തിൽ വന്നപ്പോൾ കുന്നനാട് പഞ്ചായത്തും 2020 ഭാഗമായിട്ട് ഭരണത്തിലാണ്. പിന്നെ അവർ അധികാരത്തിൽ വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയപരമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു വിഷയം കൂടി മുന്നിലുണ്ട്. നിലവിൽ ഇവിടെ അങ്ങനത്തെ സംഘർഷാവസ്ഥയൊന്നുമില്ല. പക്ഷേ ഈ 2020 പല ഭാഗങ്ങളിലും എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഒരു വിഷയങ്ങൾ, നല്ല പ്രശ്നങ്ങളൊന്നും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ മാത്രമാണല്ലോ ഇവർ വന്നിട്ടുള്ളൂ. അപ്പോൾ വളർന്നു വരുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ ഇനിയും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ മറ്റുള്ള ആളുകളിൽ നിന്ന് പിരിവോ മറ്റുള്ളൊന്നും വാങ്ങാതെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എതിർപ്പുകളുണ്ട്. കിഴക്കമ്പലം പഞ്ചായത്തിൽ കയറും, അവർ കാശ് കൊടുത്ത് കയറ്റും. കിഴക്കമ്പലം പഞ്ചായത്തിൽ ഗാർമെൻസിൻ്റെ മുതലാളി ഈ പാവപ്പെട്ട പെൺപിള്ളേർക്കും പെണ്ണുങ്ങൾക്കും കാശ് കൊടുത്ത് കയറ്റും. പക്ഷെ വേറെ 2 പഞ്ചായത്ത് പോകും. മരുവന്നൂർ പഞ്ചായത്തും കുന്നത്താട് പഞ്ചായത്തും പോകും. പോകുന്ന പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് വിവരമുണ്ട്, ഇവിടെയുള്ള ജനങ്ങൾക്ക് വിവരമില്ല. CSR ഫണ്ടല്ലേ ഈ കൊടുക്കുന്നത്. ഈ CSR ഇവർക്ക് ഇവിടെ വില കുറച്ച് സാധനങ്ങൾ തന്നെ CSR ഫണ്ടാ. കേന്ദ്ര ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട രൂപ ചാരിറ്റബിൾ നടത്തണം. അത് ജാതി ഭേദ കക്ഷി രാഷ്ട്രീയമില്ലാതെ കൊടുക്കുമെന്നുള്ളതാണ്. ഇത് കാർഡ് വെച്ച് അടിക്കണം, അധികാരം പിടിച്ചെടുക്കാൻ. അസുഖം കോലഞ്ചേരിയിൽ നെച്ചിപ്പാടും ചാക്കപ്പള്ളിലും അങ്ങനെയൊക്കെ അവർക്ക് ഇത് കൊടുക്കുന്നുണ്ട്, ചാരിറ്റബിൾ നടത്തുന്നുണ്ട്. അവർ അധികാരം പിടിക്കാൻ നിൽക്കണില്ല. ഇത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അയാൾക്ക് ഈ തവണ ഈ പഞ്ചായത്ത് നടക്കായിരിക്കും. ഞാനൊക്കെ 2020 എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. ഞാൻ സൊസൈറ്റിയിൽ വോട്ട് ചെയ്യാൻ പോയപ്പോൾ പോരെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സൊസൈറ്റിയിലെ നിൽക്കുന്ന ആള് എൻ്റെ മകളുടെ കല്യാണത്തിന് 4 ലക്ഷം രൂപ എനിക്ക് വായ്പയായിട്ട് തന്നതാണ്. അതാണോ ഇച്ചിരി അധികം പച്ചക്കറിയാണ് ലാഭം. മകളുടെ കല്യാണം നടത്താൻ പൈസ ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ 4 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ട് തന്നിട്ട് ലോൺ കിട്ടുമ്പോൾ തന്നോ എന്ന് പറയുമ്പോൾ ഒരു വോട്ട് അവിടെ ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ലേ? അപ്പോൾ പറയുകയാണ് ഇത് അരിയും പച്ചക്കറിയും വില കുറഞ്ഞു. എൻ്റെ കാർഡ് വേണ്ടിയെന്ന് പറഞ്ഞു. ഞാൻ പോസ്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തു, രജിസ്റ്റർ ചെയ്ത് കാർഡ്. എനിക്ക് ഞാൻ കച്ചവടം വേണ്ട, ഇടപാടും വേണ്ട എന്നുണ്ട്. ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു 2020. ഇടപാട് ഉണ്ടാവും. എൻ്റെ വീട് നാർലൂർ, വേറെപ്പടി നാർലൂർ. ഞങ്ങളുടെ വാർഡിലാണ് ആദ്യം ഫസ്റ്റിലെ ചേച്ചി പോയത് 2020. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വേണ്ടപോലെ എല്ലാം ചെയ്തു. ഞങ്ങൾക്ക് അന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു, കുഴപ്പമൊന്നുമില്ല. ഇനി അവർ വരുവാൻ ഞങ്ങൾ വോട്ട് ചെയ്യും. അല്ലാതെ വേറെ ഒരു പാർട്ടിക്കാരും ഒന്നും ചെയ്യുന്നില്ല, തന്നുമില്ല. ഒരു പാർട്ടിയുടെ ഇതിൽ പേര് വഴക്ക് വയ്യ ഒന്നുമില്ല. പക്ഷേ ഏറ്റവും ഇവരതുപോലെ ഞങ്ങൾക്ക് സാധനങ്ങൾ തന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്, അതുപോലെ മാസം സാധനങ്ങൾ തന്നുകൊണ്ടിരുന്നു. നാട്ടിലൊരു വാർഡ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ വോട്ടാണ് ജയിച്ചു പോയത്. എല്ലാവരും മറ്റു പാർട്ടിക്കാർ വരും പോകും, കാര്യങ്ങളൊക്കെ പറയും, എല്ലാം ചെയ്യും. ഈ കഴിഞ്ഞ ഓണത്തിന് നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാർ എല്ലാവർക്കും വിട്ടുകൊടുത്തു, നമുക്ക് തന്നില്ല. കാരണം ശരിക്കും ഞാൻ കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ നമുക്ക് കിറ്റ് തന്നില്ല. ബാക്കി എല്ലാവർക്കും കിറ്റ് കൊടുത്തു. കളമശ്ശേരിയിൽ നിന്ന് വന്ന ഒരാൾ വെറുതെ വന്ന ആൾക്ക് കിറ്റ് കൊടുത്തു, കോൺഗ്രസ്സുകാർ.
അപ്പം അങ്ങനെ ഒരു ഞാൻ പാർട്ടി ആരുമായിട്ട് വഴക്കൊന്നുമില്ല കേട്ടോ, എല്ലാവരും ഇതായിട്ട്. പക്ഷേ ഞാൻ അന്നൊന്നും തുടങ്ങിയ അന്ന് പോലും ഇവരുടെ കൂടെയാണ്. കാരണം ഒരു പാർട്ടിക്കാരും നമുക്ക് ഇതുപോലെ ചെയ്തിട്ടില്ല, വേറെ ഒന്നും തോന്നരുത്. ഒരു പാർട്ടിക്കാരും എല്ലാവരും വരും പോകും, അല്ലാണ്ട് അന്നത്തെ ആ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അതിനകത്ത് വഴക്കം വയ്യാലി ഒന്നുമല്ല. അപ്പോൾ ഇവർ ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും മാസം മാസം തന്നുകൊണ്ടിരുന്നു. ആ ഒരു ഇതാണ്. അത് തെറ്റ് പറയുന്നുണ്ടെങ്കിൽ വരണ്ടാണ്, അതാണ് സാധ്യത. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഈ പറഞ്ഞാൽ ഇഷ്ടക്കുറവുണ്ടാവുന്നേ, സ്വാഭാവികമാണ്. ഇതിപ്പോൾ എന്ത് ചെയ്താലും കാക്ക നെല്ല് ഇന്നത് കോഴിക്ക് കാണാൻ പാടില്ലല്ലോ. കിഴക്കമ്പലത്ത് എങ്ങനെ 2020 വന്നതിന് ശേഷം വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതെ, വികസനത്തിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ കെട്ടിടം പൊളിച്ചിട്ട് പണിയാൻ പറ്റിയിട്ടില്ലല്ലോ. അങ്ങനെ സ്ഥലമില്ലാന്ന് പറഞ്ഞു, രേഖയിലില്ലാന്ന് പറഞ്ഞു. ഈ സൊസൈറ്റി പൊളിച്ചത് 6 മാസം മുമ്പ് പണിയെന്ന് പറയും. സൊസൈറ്റിയുടെ പൊളിച്ചത് 6 മാസം. എനിക്ക് 2 മുറി ഉണ്ടായിരുന്ന അന്നൊക്കെ ഞാൻ ഇവിടെ രാജാവായിട്ട് ജീവിച്ച 2 മുറി ഉണ്ടായിരുന്നു, വലിയ മുറികൾ. ഇപ്പോൾ 1 മുറി മാത്രമേ ഉള്ളൂ. അന്നേരമൊക്കെ എനിക്ക് ഭയങ്കര കച്ചവടമായിരുന്നു, ന്യായമായ പൈസ ഉണ്ടായിരുന്നു. 6 മാസത്തിനകം പണിയാന്ന് പറഞ്ഞ് പൊളിച്ചിട്ട് ഇപ്പോൾ 16 കൊല്ലത്തായി. പറയാനുള്ളതെന്താ ഇനി അധികാരത്തിൽ വരികയാണെങ്കിൽ? നമ്മളെന്തായാലും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആ ചങ്ങാതി ഞാനൊക്കെ ഒന്നിച്ച് പഠിച്ചാ, സാബു ഞാനും ഒറ്റ വഞ്ചിരുന്ന് പഠിച്ചാ. അപ്പോൾ അവിടെ 10-14 സെക്യൂരിറ്റിക്കാരുണ്ടല്ലോ. ഞാനവിടെ ചെല്ലണേ ആദ്യം ചെന്ന് അവിടുത്തെ ഒരു രഘു എന്ന് പറയുന്ന പറയും, കിഴക്കമ്പലത്ത് തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ ആദ്യം എന്നെ വിളിക്കും, സംസാരിക്കും. കിഴക്കമ്പലത്തുള്ളവർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ കൊടുക്കണ്ടല്ലോ. ആദ്യമൊക്കെ പുറത്തുനിന്നായിരുന്നു, ഇപ്പൊക്കെ നാട്ടുകാർക്കും പുറത്തും കൊടുക്കുന്നുണ്ട്. ഈ ഗ്രൗണ്ട് സപ്പോർട്ട് വേണമല്ലോ. അപ്പോൾ കുഴപ്പമില്ല, ഇത് വേണം. സാബുവിൻ്റെ നമ്മളെ കൊടുക്കണല്ലോ.